കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ അറിയാം. അതായത് ശ്രീ കെ സുധാകരനെതിരെ കേസെടുത്തത് യാതൊരു തെളിവുമില്ലാതെ കേസെടുത്തത് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണെന്ന കൃത്യമായ ധാരണ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി കൃത്യമായി പ്രോസിക്യൂട്ടറോട് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കോടതിയുടെ വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അറസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ജാമ്യം നൽകണമെന്ന കൃത്യമായ ഉത്തരവ് ഹൈക്കോടതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്ന കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് ശ്രീ കെ സുധാകരനും കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ അറസ്റ്റ് മുൻകൂട്ടി കാണുകയും ജാമ്യക്കാർ ഉൾപ്പെടെയായിട്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെക്കാൻ പോലീസിന് നിയമപരമായ അധികാരമില്ല. കാരണം കേരള ഹൈക്കോടതി ആ കാര്യത്തിൽ കൃത്യമായ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുക എന്നല്ലാതെ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും കസ്റ്റഡിയിൽ വെക്കാൻ കേരള പോലീസിനോ കേരള സർക്കാരിനോ കഴിഞ്ഞില്ല, സാധിച്ചില്ല. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. ഇത് തികച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനെതിരെ CPM പാർട്ടി സെക്രട്ടറി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ കേരളത്തിലെ CPM നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഫലമാണ് ഇന്ന് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ ലിജു പറഞ്ഞതുപോലെ ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിക്കുകയും ഹൈക്കോടതിക്ക് കെ സുധാകരന്റെ നിരപരാധിത്വം ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഹാജരായി, അദ്ദേഹത്തിന് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാൻ പോകുന്നു. ഇത് കേരളത്തിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തിനെ ഇല്ലാതാക്കാനുള്ള CPM രാഷ്ട്രീയ തന്ത്രത്തിനെതിരെ ഇന്നും നാളെയും കേരളത്തിലെമ്പാടും കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ ആഞ്ഞു കത്താൻ പോകുന്നു എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. അല്ല, ഇത്തരം കൈരളി ചോദ്യങ്ങൾക്കൊന്നും പറഞ്ഞല്ലോ. കൈരളിയുടെയോ അല്ലെങ്കിൽ CPMന്റെയോ ഇത്തരം അങ്ങനെ തന്നെ ഞങ്ങൾ പറയാനുള്ള കൃത്യമായ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇന്നിവിടെ സംസാരിക്കാനുള്ള കാര്യം ഇതിന്റെ കേസിന്റെ മെറിറ്റ് കോടതിയിലിരിക്കുന്ന കാര്യമായി ഇത്തരങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ശ്രീ കെ സുധാകരൻ രാവിലെ കൃത്യമായി ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഒക്കെ അജണ്ട കൃത്യമായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല. ഞങ്ങളുടെ പാർട്ടി നയം ഇതാണ്. ഞങ്ങൾ ഇതിൽ ശക്തമായി കേരളമാകെ പ്രതിഷേധിക്കുകയാണ്. ഇന്നും നാളെയും അതിന്റെ പ്രതിഷേധം കേരളത്തിലെ ഗ്രാമങ്ങളിൽ തൊട്ട് എല്ലായിടത്തും ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയും കൂടിയാണ്. ഈ കരിദിനമായി ആചരിക്കുന്നു. എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ, പന്തംകൊളുത്തി പ്രകടനങ്ങൾ നടത്താൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു.